നിങ്ങൾ അറിഞ്ഞോ ഗൂഗിൾ പേയുടെ പുതിയ അപ്ഡേറ്റ് NPCI പുറത്തുവിട്ട പുതിയ റൂൾസ് പെർ ഡേ 50 തവണ മാത്രമേ നമുക്ക് ഇനിയും തൊട്ട് ബാലൻസ് ചെക്ക് ചെയ്യാനൊക്കത്തുള്ളൂ. അപ്പോൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും ഈ 50 തവണയ്ക്ക് ആര് ചെക്ക് ചെയ്യാനാണെന്നല്ലേ. ഈ മർച്ചൻസ് നമ്മൾ കടയിൽ ഷോപ്പിലൊക്കെ ആണെങ്കിൽ നമ്മൾ പേയ്മെൻറ്റ് നടത്തി കഴിഞ്ഞിട്ട് അവർ ഈ 50ഉം 50ൽ കൂടുതൽ തവണയും ചെക്ക് ചെയ്യുന്നുണ്ട്. സോ മർച്ചൻസിന് 50 തവണയിൽ കൂടുതൽ എങ്ങനെ ബാലൻസ് ചെക്ക് ചെയ്യാമെന്നല്ലേ. ഓരോ ട്രാൻസാക്ഷൻ കഴിയുമ്പോഴും ഡെബിറ്റ് അല്ലെങ്കിൽ ക്രെഡിറ്റ് മെസ്സേജിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മുടെ അക്കൗണ്ടിലുള്ള കറണ്ട് ബാലൻസ് കാണിക്കും. അതുപോലെ തന്നെ ഓട്ടോ പേയ്മെൻറ്റ് പണ്ടത്തെ കൂട്ടി എല്ലാ ടൈമിലും പറ്റത്തില്ല. ഒരു നിശ്ചിത ടൈം അതിന് വെച്ചിട്ടുണ്ട്. അത് ലോ ട്രാഫിക് ആയിട്ടുള്ള സമയമായിരിക്കും. അതായത് രാവിലെ 10 മണിക്ക് മുമ്പോ ഈവനിങ്ങിൽ 9:30ക്ക് ശേഷമോ. അതുപോലെ തന്നെ UPI IDയിൽ ലിങ്ക് ചെയ്തേക്കുന്ന ബാങ്കുകൾ ഒരു ദിവസം 25 തവണ മാത്രമേ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ ട്രാൻസാക്ഷൻ ഉണ്ടല്ലോ, ട്രാൻസാക്ഷൻ ഹിസ്റ്ററി, ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് നമുക്ക് ഒരു ദിവസം 3 തവണ മാത്രമേ നമുക്ക് ചെക്ക് ചെയ്യാൻ ഒക്കത്തുള്ളൂ. അതും ഓരോ ട്രാൻസാക്ഷൻ ചെക്ക് ചെയ്യുന്നതിലും 90 സെക്കൻഡ്സിൻ്റെ ഇടവേള വേണം. ഈ അപ്ഡേഷൻ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്യൂരിറ്റി കുറച്ചുകൂടെ കൂടുതൽ മെച്ചപ്പെടുത്താൻ വേണ്ടിയാണ് NPCI ഈ പുതിയ റൂൾസ് കൊണ്ടുവന്നേക്കുന്നത്. ഇനി വരാൻ പോകുന്ന പുതിയ അപ്ഡേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിൻ നമ്പറിന് പകരം ഫേസ് IDയോ ഫിംഗർ പ്രിൻറ്റോ യൂസ് ചെയ്ത് നമുക്ക് ട്രാൻസാക്ഷൻസ് നടത്താൻ പറ്റും. അത് ഇതുവരെ പ്രാബല്യത്തിൽ വന്നിട്ടില്ല. വീഡിയോ ഇൻഫോർമേറ്റീവായിട്ട് തോന്നിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനി അടുത്തൊരു വീഡിയോ കാണാം. ബൈ ബൈ.